ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കരയുന്ന സമയത്ത് അസ്മാ ബീവി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കരയുന്നത്? അപ്പോൾ ഫാത്തിമ ബീവി അവിടുന്ന് പറഞ്ഞു കൊടുത്തത്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ശരീരം കഫൻ തുണിയിൽ പൊതിയുമ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അതൊരു സ്ത്രീയുടെ ശരീരമാണെന്ന് മനസ്സിലാവില്ല. അന്നത്തൊക്കെ മയ്യത്ത് കട്ടിൽ വെറും ഒരു പലകത്തടിയിൽ മയ്യത്ത് കടത്തി കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ശരീരം അതൊരു സ്ത്രീയുടെ ശരീരമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതിന് പരിഹാരമായിട്ട് അസ്മാ ബീവി അന്ന് പറഞ്ഞു കൊടുത്തതാണ്, എത്യോപ്യയിൽ ഞാൻ പോയ സമയത്ത് അവിടുന്ന് കണ്ട ആ ഒരു മയ്യത്ത് കട്ടിൽ, അത് 4 സൈഡും മറച്ചിട്ടുള്ള ഒരു മയ്യത്ത് കട്ടിലാണ്. അതിൻ്റെ രൂപം അസ്മാ ബീവി ഈന്തപ്പനയുടെ തടികൾ കൊണ്ടുവന്ന് അതിങ്ങനെ വെച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ ഫാത്തിമ ബീവിക്ക് വളരെയധികം സന്തോഷമാവുകയും ഫാത്തിമ ബീവി മരണപ്പെട്ടതിന് ശേഷം മൂടിയുള്ള മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുന്ന ആദ്യത്തെ മയ്യത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയാണ്.